Chef at home. ബീറ്റ്റൂട്ട് കിച്ചടിയാണ് ചെയ്യുന്നത്. ടൈറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരല്പം വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളതിൽ അല്പം ജീരകം ആഡ് ചെയ്യുന്നുണ്ട്, കടുക്, ചെറുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഒരല്പം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങ ചേർത്ത് നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കാണ്. ഇത്രയും ചേർത്തിട്ടാണ് നമ്മളതിൽ ഫൈൻ പേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് ബോയിൽ ചെയ്യാനായിട്ട് ആദ്യം കടുക് പൊട്ടിക്കുകയാണ്. ഒരു നുള്ള് ഒനിയൻ ചോപ്പ് ചെയ്ത്, ബീറ്റ്റൂട്ട് സ്ലൈസ് ചെയ്ത്, ഇത്രയും സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ട് റെഡ് ചില്ലിയും കറിവേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ആദ്യം സോട്ട് ചെയ്യും. വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് വരട്ടിയെടുക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബോയിൽ ആവാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽ ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ബോയിലായതിനു ശേഷം മാത്രം, കുക്കായതിനു ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാവുള്ളൂ. കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ കുക്കായതിനു ശേഷം നമ്മൾ ഇതും ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ തൈര് പൊട്ടിപ്പോകുന്നത് നമ്മളതിലെല്ലാം കുക്കായതിനു ശേഷം ആ തേങ്ങയുടെ പച്ചക്കുത്തിൽ മാറിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നത്. നല്ല കട്ട തൈരാണ് ആഡ് ചെയ്യുന്നത്, അതിൽ വെള്ളവും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയായി. ഇനി നമ്മളൊരു ബോളിലേക്ക് സെർവ് ചെയ്ത് മാറ്റാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണത്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു തൊടുകറിയായിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടുക് താളിച്ചത് താളിപ്പുണ്ടാക്കി വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ വച്ചിട്ടൊരു കിച്ചടിയാണ്. കുമ്പളങ്ങ കിച്ചടി തയ്യാറാക്കാനായിട്ട് സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മുടെ തേങ്ങയുടെ അരപ്പിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്. അത് അതേപോലെ തന്നെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കറിവേപ്പില, പിന്നെ പച്ചമുളക്, അല്പം വെളുത്തുള്ളി, ജീരകം, പിന്നെ തേങ്ങ, അല്പം കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഒരല്പം സവാള ആഡ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ ജൂലിയനായിട്ട് കട്ട് ചെയ്തതിൽ ആഡ് ചെയ്തു. ഗ്രീൻ ചില്ലി 2-3 പീസ് ആഡ് ചെയ്തു. റെഡ് ചില്ലിയും കറി ലീവ്സും ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ കുക്കാക്കാണ്. അല്പം വെളിച്ചെണ്ണ പിടിക്കാവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്ത് അതിനെ കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് തേങ്ങയുടെ അരപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം കുക്കായി വരുന്നുണ്ട്. കുക്കായതിനു ശേഷം നമ്മളതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്തു. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചക്കുത്ത് പോകുന്ന വരെ അതിനെ സോട്ട് ചെയ്യുക. വളരെ സ്ലോ ഫയറിൽ വേണം ചെയ്യാൻ. എന്നിട്ട് റെഡി ആയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം കുമ്പളങ്ങ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന്, അത് ബോയിലാവുന്ന ടൈമിന് നമുക്കിതെല്ലാം പ്രിപ്പയർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരിതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കിച്ചടികളെല്ലാം തന്നെ. ആ കുക്കാവണേണ്ട ടൈമിനുള്ളിൽ നമുക്ക് അതിൻ്റെ തേങ്ങാ പേസ്റ്റ് റെഡിയാക്കാം. ആദ്യം നമ്മൾ ബോയിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്ക് തീർക്കാൻ പറ്റും. എൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് അല്പം താളിപ്പ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വെണ്ടക്കായ കിച്ചടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. സെയിം തേങ്ങ മിക്സും തയ്യാറാക്കി മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പാം ഓയിലിൽ നമ്മൾ വെണ്ടക്കായ ഫ്രൈ ചെയ്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെണ്ടക്കായ തോരനെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് അതിനെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ആവശ്യത്തിന് ഡീപ്പ് ഫ്രൈ ആക്കിയാണ് ഇത് മാറ്റുന്നത്. നമ്മൾ മീഡിയം ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ആക്കിയാണ് ഇതിന് മാറ്റുന്നത്. തയ്യാറാക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, അല്പം ഓനിയൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തു, റെഡ് ചില്ലി ആഡ് ചെയ്തു, കറി ലീവ്സ് ആഡ് ചെയ്തു. ഇനി നമ്മൾ തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് വെണ്ടക്കായ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യുന്നത്. ആ തേങ്ങാ പേസ്റ്റിൻ്റെ ആ ഒരു കുത്തലെല്ലാം പോയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് വെണ്ടക്കായ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്തു. ഇത് കുക്കായ ഐറ്റമാണ്, അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ആ ഫ്രൈ ചെയ്യാവുന്നതിൻ്റെ താമസമേ ഉള്ളൂ. ഇനി അതിലേക്ക് തൈര് ആഡ് ചെയ്ത് നമ്മുടെ വെണ്ടക്കായ കിച്ചടിയും റെഡിയാവും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. ഇത് പെട്ടെന്ന് കുക്കാവാനും വലിയ പാടില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വെള്ളത്തിൻ്റെ ഒരു ഒട്ടൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് വെണ്ടക്കായ കിച്ചടി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതും സദ്യക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ താളിപ്പൊഴിച്ച് നമ്മളത് മാറ്റി വെച്ചു. ഇനി നമ്മൾ നാലാമതായിട്ട് ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ടൊരു കിച്ചടിയാണ്. പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയും സെയിം മെത്തേഡ് തന്നെയാണ്. അത് രണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അത് കുക്ക് ചെയ്ത് മാറ്റുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കിച്ചടിയുടെ തേങ്ങാ പേസ്റ്റ് അരച്ച് മാറ്റി വെച്ചു. പാവക്കായ നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാണ്. അതിൻ്റെ കളറ് ചേഞ്ചായി, മീഡിയം ഫ്രൈ അല്ല, നല്ല ഡീപ്പായിട്ട് തന്നെ ആ ഒരു ക്രഞ്ചി ഫ്ലേവർ വരുന്ന രീതിയിൽ നമ്മൾ പാവയ്ക്ക് ഫ്രൈ ചെയ്തു.
നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. നല്ല ക്രഞ്ചി ടെക്സ്ചർ ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ കോരി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു, കടുക് പൊട്ടിച്ചു. നമ്മളെല്ലാത്തിനും അല്പം ചോപ്പി വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഉരുളിയിൽ കുക്ക് ചെയ്യേണ്ട ഐറ്റംസാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കടായിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഓട്ടുരുളിയിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും എൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടാനായിട്ട് നല്ലത്. ഇനി നമ്മൾ വെണ്ടയ്ക്ക ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയിൽ നമ്മൾ തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്തു. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ കടുകൊക്കെ അരച്ചുകൊണ്ട് ഒരു പച്ചക്കുത്തലുണ്ടാവും, അത് പോയതിന് ശേഷം മാത്രം വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഇതാക്കിയതിന് ശേഷം മാത്രമാണ് തൈര് ആഡ് ചെയ്യുന്നുള്ളൂ. ഓഫ് ചെയ്തിട്ട് തൈര് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഫയറോട് കൂടിയിട്ട് ആഡ് ചെയ്യുന്നതിന് തൈര് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഈ സംഭവം നമ്മൾ ബൗളിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പാവക്കായ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് പാവയ്ക്കായ കിച്ചടി. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് താളിപ്പൊഴിച്ച് മാറ്റാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാവയ്ക്ക കിച്ചടി റെഡിയായി. ഇനി 5ാമതായിട്ട് അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ്. പൈനാപ്പിൾ കിച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. കിച്ചടിയുടെ തേങ്ങ അരപ്പ് റെഡിയാക്കുക. ഗ്രീൻ ചില്ലി, ചെറുള്ളി, വെളുത്തുള്ളി, തേങ്ങ, ഒരല്പം ജീരകം, കടുക് ഇത്രയും ചേർത്ത് പേസ്റ്റ് റെഡിയാക്കി വെച്ചു. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം കടുക് ആഡ് ചെയ്തു. അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചോപ്പി വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് റെഡ് ചില്ലിയും കറി ലീവ്സും ആഡ് ചെയ്ത് പിന്നെയാണ് അതിലേക്ക് നമ്മൾ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത്. ഇത് കുക്ക് അധികം ആവേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പച്ചയും കഴിക്കാവുന്നതുകൊണ്ട് നമ്മൾ ഇതിന് അധികം നേരമായിട്ട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സ്ലോ ഫയറിൽ വേണം കിച്ചടി എല്ലാം തന്നെ ഉണ്ടാക്കാൻ. അത് ചെറിയ ഉരുളി തന്നെയാണ് ചെയ്യേണ്ടത്, കടായിലല്ല. നമ്മൾ ഒരല്പം വെള്ളം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. പൈനാപ്പിളിന് കുറച്ച് ജലാംശമുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പൈനാപ്പിൾ കിച്ചടി തയ്യാറാക്കുന്നത്. അപ്പോൾ അത് കുക്കായി വന്നു. അതിലേക്ക് 2 ഗ്രീൻ ചില്ലി നമ്മൾ ആഡ് ചെയ്തു. കുക്കായതിന് ശേഷം ഇപ്പോൾ നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്തു. അല്പം മഞ്ഞപ്പൊടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ കിച്ചടിയിൽ മാത്രമാണ് നമ്മൾ അല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നിലും നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ കുത്തൽ ശരിക്കും പോയതിന് ശേഷം ഇത് നല്ലൊരു ടേസ്റ്റായ ഒരു ഐറ്റം തന്നെയാണ് പൈനാപ്പിൾ കിച്ചടി. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ സ്ലോ ഫയറിൽ അല്ലെങ്കിൽ ഫയർ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ആഡ് ചെയ്യുക. കട്ട ഉടച്ച് തൈര് ആഡ് ചെയ്യുക വളരെ സ്ലോ ഫയറിൽ. പൈനാപ്പിൾ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ മെത്തേഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. തൈരും തേങ്ങയും മാത്രം മതി.